പവിത്രത്തിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനിവാസൻ സാറിന്റെ ബർത്ത്ഡേ അതിഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിക്രത്തെയും ശ്രീനി സാറിനെയും അന്വേഷിച്ച് പോലീസ് എത്തുന്നുണ്ട്. പോലീസിനെ കണ്ടതും വിക്രം ശ്രീനി സാറിന്റെ കൈ പിടിച്ചുകൊണ്ട് വീടിന് പുറകെ ഓടുന്നുണ്ട്. ശ്രീനി സാർ പറയുന്നുണ്ട്, വിക്രം, എന്നെ രക്ഷിക്കാൻ എൻ്റെ കക്ഷികളുണ്ട്, നീയാണിപ്പോൾ രക്ഷപ്പെടേണ്ടത്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ ഇവിടെ നിന്നും പുറത്തു പോകണമെങ്കിൽ സാറും എൻ്റെ ഒപ്പം വേണം, സാർ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓടാനായി നിൽക്കുമ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, ഇല്ല വിക്രം, ഞാൻ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പാണ്, നീയാണിപ്പോൾ രക്ഷപ്പെടേണ്ടത്, നീ വേഗം ചെല്ല്, ഓടി രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ മനമെല്ലാം മനസ്സോടുകൂടി വിക്രം മതിൽ ചാടി ഓടുന്നുണ്ട്. ഇത് കാണുന്ന ഇൻസ്പെക്ടർ സാറും പോലീസുകാരും വിക്രമിൻ്റെ പിറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഒരുപാട് ദൂരം അവനെ അവിടെ ഇട്ട് ഓടിക്കുന്നുണ്ട്. പിന്നീട് ഇൻസ്പെക്ടർ സാർ വിളിച്ച് പറയുന്നുണ്ട്, വിക്രം, നീ നിൽക്ക്, ഞാനാണ് പറയുന്നത്, ഇങ്ങനെ ഓടരുത്, നിൽക്കെന്ന് വിളിച്ച് പറയുമ്പോൾ വിക്രം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ഇൻസ്പെക്ടർ തോക്കെടുത്ത് വിക്രമിൻ്റെ കാലിന് വെടിവെക്കുന്നുണ്ട്. വിക്രം വേദന കൊണ്ട് പുളയുന്നുണ്ട്. വേദന സഹിച്ച് പിടിച്ചുകൊണ്ട് തന്നെ പിറകിലേക്ക് നോക്കിക്കൊണ്ട് വിക്രം ആ കാലും വലിച്ചുകൊണ്ട് ഓടുകയാണ്. പെട്ടെന്ന് അവനക്ക് ഓടാൻ കഴിയുന്നില്ല. വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതാവുന്നുണ്ട്. കയ്യിലുള്ള ടവൽ കൊണ്ട് മുറുകെ കെട്ടുന്നുണ്ട്. ഇനി ഒരടി പോലും തനിക്ക് ഓടാൻ കഴിയില്ലെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട്. വിക്രം പെട്ടെന്ന് തന്നെ അവിടെ സൈഡിൽ കാണുന്ന ഡസ്റ്റ്ബിന്നിന് പിറകിൽ ഒളിക്കുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ വിക്രം ഒരു ഓട്ടോയിൽ കയറിപ്പോയി എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി ഓട്ടോയ്ക്ക് പിറകെ ഓടുന്നുണ്ട്. വിക്രത്തിന് ഈ ആപത്ത് സംഭവിച്ച ഉടനെ തന്നെ വേദ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നുണ്ട്. വിക്രം എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് വേദ ഉണരുന്നത്. പെട്ടെന്ന് അവൾക്ക് ആകെ പേടിയാവണ്. വിക്രം, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താണതെന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നാലുപുറം നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത്. ഫോൺ എടുത്ത് വേദ നോക്കുന്നുണ്ട്. അത് നമ്മുടെ വിക്രമിൻ്റെ നമ്പറായിരിക്കും. വിക്രമാണെങ്കിൽ വേദയുടെ ഫോണിലേക്ക് പെട്ടെന്ന് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. റിങ് ചെയ്യുന്ന സമയത്ത് വേദ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നുണ്ട്. വിക്രം, വേദേ എന്നിങ്ങനെ തീരെ വയ്യാത്ത സ്വരത്തിൽ ഇങ്ങനെ വിളിക്കുന്നത് കേട്ട് വേദ പറയുന്നുണ്ട്, വിക്രം, നിനക്ക് എന്താ പറ്റി വിക്രം, പറ വിക്രം എന്നിങ്ങനെ പറയുന്ന സമയത്ത് വിക്രമിന് പിന്നീട് സംസാരിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് വിക്രം അങ്ങ് ബോധം കെട്ട് ക്ഷീണം കൊണ്ടങ്ങ് വീണു പോവാണ്. പെട്ടെന്ന് വേദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വിക്രം എന്തുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല, പെട്ടെന്ന് കോൾ കട്ടായല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ അയച്ചതിൽ നോക്കിക്കൊണ്ട് വേദ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കാറിൽ കയറി പോവുകയാണ്. വേദ തനിച്ചേ ഉള്ളൂ. അങ്ങനെ ലൊക്കേഷൻ നോക്കി വേദ വിക്രം കിടക്കുന്ന സ്ഥലത്തെത്തുന്നുണ്ട്. വിക്രം ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് വേദ ഓടി ചെല്ലുന്നുണ്ട്. വിക്രം എഴുന്നേൽക്കെന്ന് പറഞ്ഞ് വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട്. വിക്രം, നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രമിനൊന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് കാലിലുള്ള കെട്ടും അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോകുന്നതും വേദ കാണുന്നത്. പെട്ടെന്ന് തന്നെ വേദ പേടിക്കുന്നുണ്ട്. വിക്രം, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ വിക്രം വേദയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട വേദ, ഹോസ്പിറ്റലിൽ പോകണ്ട, പോലീസ് വരും എന്ന് പറയുന്നുണ്ട് പതുക്കെ. വിക്രമിൻ്റെ നാവെല്ലാം കുഴഞ്ഞു പോകുന്നുണ്ട്. സംസാരിക്കാനേ കഴിയുന്നില്ല. വേദയ്ക്ക് കാര്യമെല്ലാം മനസ്സിലായി. ഉടനെ തന്നെ ഫോൺ എടുത്ത് വേദ തൻ്റെ ഫ്രണ്ടിന് കോൾ ചെയ്യുന്നുണ്ട്. ഏയ് ശ്വേത, ഞാൻ വേദയാണ്. എൻ്റെ ഫ്രണ്ടിന് ഒരു വെടി കൊണ്ടിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആണ്, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പോലീസെല്ലാം അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഫ്രണ്ട് പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അവിടെ ഒരു സൈൻ ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ നിൻ്റെ അടുത്തെത്തിക്കോളാം, പിന്നെ എന്താണ് പെട്ടെന്ന് ബ്ലഡ് ലോസ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയാമല്ലോ, അതുപോലെയെല്ലാം ചെയ്യേ, പിന്നെ കുറച്ച് മെഡിസിൻസ് ഞാൻ എഴുതി തരാം, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നീ അതെല്ലാം മേടിച്ച് വെക്കണം എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ പറയുന്നുണ്ട്, ശരി ശ്വേത, ഞാൻ എല്ലാം ചെയ്തോളാം, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവളുടെ കാറിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ കാറും എടുത്തുകൊണ്ട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തിയതും വിക്രമിനെ താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ പതുക്കെ തൻ്റെ റൂമിലെത്തിക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ ഒരു ഭാഗത്ത് കെടുത്തിയതിന് ശേഷം വേദ ഉടനെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളവും തുടപ്പവുമായി വരുന്നുണ്ട്. വിക്രമിനെ നടന്നു പോയ സ്ഥലത്ത് എല്ലാം ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ വേദ നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ശ്രീ അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് കിച്ചണിലേക്ക്. വേദ ഒളിച്ചിരിക്കുന്നുണ്ട്. ശ്രീ പോയതിന് ശേഷം വീണ്ടും എല്ലാം ക്ലീൻ ചെയ്ത് വേദ അങ്ങോട്ടേക്ക് റൂമിലെത്തുന്നുണ്ട്.
വേദ കരഞ്ഞുകൊണ്ട് തന്നെ വിക്രത്തിൻ്റെ കാലുകളെല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട്. മുറിയെല്ലാം ക്ലീൻ ചെയ്ത് അതിൽ ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വേദ. ഞാൻ മെഡിസിൻ മേടിക്കാൻ പോവുകയാണ്, കുറച്ച് സമയത്തേക്ക് നീ തനിച്ചിരിക്കുകയെന്നും വിക്രത്തോട് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ വിക്രം ഇതൊന്നും കേൾക്കുന്നില്ല. വിക്രം ബോധം കെട്ടതുപോലെ കിടക്കുന്നുണ്ട്. വേദ മെഡിസിൻ മേടിക്കുന്നതിന് വേണ്ടി ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വഴിയിൽ കണ്ട ആദ്യം കാണുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി ഫോണിൽ കണ്ട മരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടതും അവർ പറയുന്നുണ്ട്, ഇത് സീരിയസ് ആയ ഒരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന, ഒരു സർജറിക്ക് വേണ്ടി വാങ്ങുന്ന മെഡിസിൻ ആണല്ലോ, ഇതെന്താ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ പറയുന്നുണ്ട്, അത് ആ ഡോക്ടർക്ക് ഒരു ക്ലിനിക്കേ ഉള്ളൂ, അവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്, ഏയ് നിങ്ങളിത് നുണ പറയുന്നതല്ലേ, അങ്ങനെയാണെങ്കിലും ഈ മെഡിസിൻസൊക്കെ അവരുടെ ക്ലിനിക്കിൽ തന്നെ കിട്ടാവുന്നതല്ലേ ഉള്ളൂ, നിങ്ങളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ അവർ തറപ്പിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ മെഡിസിൻ തരാൻ പറ്റത്തില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കോഡ് കൂടി മാത്രമേ ഞങ്ങൾക്ക് ഇതെല്ലാം തരാൻ പറ്റത്തുള്ളൂ, പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങളാണ് കൊടുങ്ങുന്നത് മാഡം, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ പറഞ്ഞയക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, ശരി, എനിക്ക് വേറെ മെഡിക്കൽ സ്റ്റോറുകൾ ധാരാളമുണ്ടല്ലോ, ഞങ്ങൾ എവിടെ നിന്നും എങ്കിലും വാങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് മെഡിക്കൽ സ്റ്റോറിലെ ആൾ പറയുന്നുണ്ട്, ഇല്ല മാഡം, ഇത് നിങ്ങൾക്ക് ആരും തരത്തില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഞങ്ങൾക്കിത് തരാൻ പറ്റത്തില്ലെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. വേദ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടുന്നുണ്ട്. അടുത്ത് കാണുന്ന മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, വേഗം തന്നെ ഈ മെഡിസിൻ എഴുതി തരണം. ഇത് കേട്ട് അയാൾ പറയുന്നുണ്ട്, ഏയ് മാഡം, പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഈ മരുന്ന് എടുത്തു വെച്ചോളൂ, അപ്പോഴേക്കും ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ച് പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരാൻ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ മാഡം, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിസിൻ എല്ലാം എടുത്തു വെച്ച് ഒരു കവറിലിട്ട് കെട്ടി വെക്കുന്നുണ്ട്. വേദ ഡോക്ടറോട് സംസാരിക്കുന്നതിന് പോലെ അവരോട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഡം പെട്ടെന്ന് തന്നെ അയച്ചു തരണം മാഡം, അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുകയെങ്കിലും വേണം, ഇവർ മാഡം പറയാതെ മരുന്ന് തരത്തില്ലെന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്. വേദ അവരോട് ചോദിക്കുന്നുണ്ട്, മെഡിസിന് ക്യാഷ് എത്രയെന്ന് ചോദിക്കുമ്പോൾ അവർ 6000 രൂപ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേദ ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര തലവേദനയുടെ ഗുളിക കൂടി വേണം എന്ന് പറയുന്ന സമയത്ത് അത് അവർ എടുക്കാൻ വേണ്ടി തിരിയുന്ന സമയത്ത് തന്നെ നമ്മുടെ വേദ ഈ കവറും എടുത്തുകൊണ്ട് ഓടുകയാണ്. പിറകെ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉടമയും പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വഴിയിൽ കാണുന്നൊരു പോലീസുകാരനെ കാണുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നു, ആ കുട്ടി പ്രിസ്ക്രിപ്ഷൻ കൂടാതെയാണ് ഈ മരുന്ന് എടുത്തുകൊണ്ട് ഓടിയിരിക്കുന്നത്, സാർ അവളെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ പിറകെ പോലീസുകാരൻ ഓടുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നും ഓടുന്നുണ്ട്. ഇതേസമയം വിക്രമിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസുകാർ വിക്രമിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. പോലീസുകാർ ചോദിക്കുന്നുണ്ട്, വിക്രമിനെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടുമെന്ന് പറയുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട്, വിക്രം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രമിനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും, ഒരു കുറ്റവാളിയെ ഒളിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മാഷിന് അറിയാമല്ലോ, അവനിവിടെ വന്നാൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതേസമയം മാഷ് പറയുന്നുണ്ട്, അത് സാർ, അവനിവിടെ വന്നാൽ ഞാൻ തന്നെ അവനെ അവിടെ എത്തിച്ചോളാം സ്റ്റേഷനിൽ, ദയവ് ചെയ്ത് ഈ സമയം നിങ്ങളിവിടെ നിൽക്കരുത്, ഒന്ന് ഇറങ്ങിപ്പോവണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ അവിടെ നിന്നും പോകുന്നുണ്ട്. ഉടനെ തന്നെ മാഷ് കമലാമ്മയുടെ നേരെ തിരിയുന്നുണ്ട്. കണ്ടോ നിൻ്റെ മകൻ്റെ സ്വഭാവം? വീണ്ടും പോലീസുകാർ ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. നിൻ്റെ മകൻ പഴയ സ്വഭാവം വീണ്ടും തുടങ്ങിയെന്നാണ് അതിനർത്ഥം, നീയും നന്നാവത്തില്ല, നിൻ്റെ മകനും നന്നാവത്തില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാഷ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ കമലാമ്മ കരച്ചിൽ തുടങ്ങി. എൻ്റെ മോൻ എവിടെയാണാവോ, എൻ്റെ മോൻക്ക് എന്താണാവോ സംഭവിച്ചത്, ഇനി ഞാൻ എന്ത് സമാധാനത്തോടെയാണ് ഇവിടെ ഇരിക്കുക, അവനെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതേസമയം ശ്രീജ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്, വിഷമിക്കണ്ട, നമുക്കറിയാവുന്നതല്ലേ വിക്രത്തിൻ്റെ സ്വഭാവം, അവൻ അവിടെ എവിടെയെങ്കിലും സേഫായിട്ട് ഇരിക്കുന്നുണ്ടാവും, അമ്മ കരയാണ്ടിരിക്കുമെന്ന് പറഞ്ഞ് കമലാമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്.